ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സിനിമ എക്സ്പ്ലെയിനർ. ഇന്ന് നമ്മൾ റീസെൻ്റായി പുറത്തിറങ്ങിയ ഹാ മേ പാഗൽ ഹാ എന്ന പഞ്ചാബി മൂവിയെ കുറിച്ചിട്ടാണ് നോക്കാൻ പോകുന്നത്. സിനിമയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തിയാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്കരികിലേക്ക് ഉടനെ തന്നെ എത്തുന്നതായിരിക്കും. സോ നമുക്ക് ഒട്ടും സമയം കളയാതെ തന്നെ സിനിമയിലേക്ക് കടക്കാം. സിനിമയുടെ സ്റ്റാർട്ടിംഗ് സീനിൽ തന്നെ ദീപ എന്ന പേരിൽ ഒരാളെ കാണിക്കുന്നു. ഈ ദീപ 12 വർഷങ്ങൾക്ക് ശേഷം ഒരു കേസ് റീഓപ്പൺ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. ഇത് 2024 നടക്കുന്നത്. 2012 നടന്ന ഒരു കേസ് റീഓപ്പൺ ചെയ്യണമെന്ന് അവർ ആലോചിക്കുകയാണ്. എന്താണ്, ഇതെല്ലാം കഴിഞ്ഞു പോയില്ലേ? ആ പയ്യനും ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. പെട്ടെന്ന് ഇപ്പോൾ ഒന്ന് കേസ് റീഓപ്പൺ ചെയ്യണമെന്ന് നിങ്ങൾ വിചാരിക്കുന്നത് എന്തിനാണ്? എന്താണ് കാരണം എന്നൊക്കെ അവിടെയുള്ള ഓഫീസർ ചോദിക്കുകയാണ്. അല്ല സർ, എനിക്കുള്ളിൽ ഒരു കുറ്റബോധമുണ്ട്. അവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അവൻ അനാവശ്യമായിട്ടാണ് ശിക്ഷ അനുഭവിക്കുന്നത്. അവനെ പുറത്തിറക്കണം എന്നൊരു ചിന്ത കൊണ്ടാണ് ഞാൻ ഈ കേസ് റീഓപ്പൺ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്നവർ പറയുന്നു. മാഡം, ഇങ്ങനെ കേസ് റീഓപ്പൺ ചെയ്യുന്നത് കൊണ്ടും നിങ്ങൾ പറയുന്നത് വെച്ച് നോക്കുമ്പോഴും നിങ്ങൾക്ക് തന്നെ പ്രശ്നമാവും എന്ന് അവരുടെ വക്കീൽ തന്നെ പറയുന്നു. അല്ലല്ല, എനിക്കൊരു പ്രശ്നം വന്നാലും കുഴപ്പമില്ല, തീർച്ചയായിട്ടും ഈ കേസ് റീഓപ്പൺ ചെയ്യണം എന്നവർ പറയുന്നു. ഇപ്പോൾ ഹെഡായിട്ടുള്ള ഒരാളെ കാണാനാണ് അവർ വന്നിരിക്കുന്നത്. ഹെഡായിട്ടുള്ള ആളും ശരിയെന്ന് സമ്മതിക്കുന്നു. ആ പയ്യനെ അറസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ കുറച്ച് മാനസികമായി ബാധിക്കപ്പെട്ട അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ വളരെ കൂടുതൽ ബാധിക്കപ്പെട്ട അവസ്ഥയിലാണ് അവനുള്ളത്. ശരി മാഡം, അവനെ ഞാൻ കൊണ്ടുവരാം, സംസാരിക്കാം എന്ന് അവിടെയുള്ള ഹെഡ് പറയുന്നു. അങ്ങനെ കട്ട് ചെയ്ത് ആ പയ്യനെ കാണിക്കുകയാണ്. അവൻ അന്ന് ചെറിയൊരു പയ്യനായിരുന്നു, ഇപ്പോൾ നന്നായി വളർന്നു. ഒരുപാട് വർഷങ്ങളായി താടിയും മീശയൊന്നും വെട്ടാതെയാണ് അവൻ ഇരിക്കുന്നത്. ഈ പയ്യനെ വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നു. എന്തിനാ ഏതിനെന്ന് പോലും അവൻ ചോദിക്കുന്നില്ല. അവൻ അങ്ങനെ നടന്നു വരികയാണ്. ഈ ഓഫീസർ, ഇതിനു ശേഷം ഞാൻ ഓഫീസർ എന്ന് തന്നെ പറയാം, ഈ ഓഫീസറുടെ അടുത്തേക്ക് ആ പയ്യനെ കൊണ്ടുവരുന്നു. അതേസമയം ദീപ എന്ന പേരുള്ള ആ സ്ത്രീയെ പുറത്ത് നിർത്തിയിരിക്കുകയാണ്. നടുവിലായി ഒരു ഗ്ലാസ് ഉണ്ട്. ഈ പയ്യനെ ഇരുത്തി അവർ സംസാരിക്കാൻ തുടങ്ങുന്നു. ഈ പയ്യന്റെ പേര് ബബ്ലു എന്നാണ്. ഈ ബബ്ലുവും ദീപയും കെട്ടിപ്പിടിക്കുന്ന പോലുള്ള ചില സീനുകൾ കാണിക്കുന്നുണ്ട്. ബബ്ലുവിനെ വളരെ ഇമോഷണൽ ആയാണ് ദീപ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ആ പയ്യനും എന്തിനാ എന്നെ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയത് എന്ന് ചോദിക്കുകയാണ്. അല്ലല്ല, 12 വർഷങ്ങൾക്ക് മുമ്പ് നീ ഒരുപാട് കൊലപാതകങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞ് നിന്നെ ഞങ്ങൾ അറസ്റ്റ് ചെയ്തില്ലേ? നീ കൊലപാതകങ്ങൾ ചെയ്തിട്ടില്ല എന്ന് ഞങ്ങൾക്ക് ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് സംസാരിക്കാനാണ് വിളിപ്പിച്ചത് എന്നൊക്കെ അവർ പറയുന്നു. അപ്പോൾ അവന് പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ വരുന്നു. അവൻ വല്ലാതെ ഡിസ്റ്റർബ്ഡായി ഫീൽ ചെയ്യുന്നുണ്ട്. നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, എന്താണ് സംഭവിച്ചത് എന്ന് അവിടെയുള്ള ഡോക്ടർ ചോദിക്കുന്നുണ്ട്. അവനാണെങ്കിൽ പറയുന്നത്, എന്നെ ആ ദീപ പറ്റിച്ച് കടന്നു കളഞ്ഞു, വെയിറ്റ് ചെയ്യ്, ഞാൻ ഇപ്പോൾ വരാം എന്ന് ദീപ പറഞ്ഞു. എന്നാൽ എന്നെ പറ്റിച്ചിട്ട് ഇട്ടിട്ട് പോയി എന്നൊക്കെ അവൻ പറയുന്നു. ഈ ദീപ യഥാർത്ഥത്തിൽ അവനെ ഇട്ടിട്ട് പോയതാണ്. അതൊക്കെ ദീപയും ആലോചിച്ച് ആ സമയത്ത് വിഷമിക്കുന്നുണ്ട്. ഈ പയ്യനും ഒരു ഡൗട്ട് വരുന്നുണ്ട്. എന്തിനാ പെട്ടെന്ന് ഇതിനെക്കുറിച്ചൊക്കെ എന്നോട് ചോദിക്കുന്നത്? ഒരു പക്ഷെ ദീപ എന്നെ കാണാനായി തിരിച്ചു വന്നിട്ടുണ്ടാവുമോ എന്നവൻ ചോദിക്കുന്നു. അതായത് ദീപ ഇട്ടിട്ട് പോയതിനു ശേഷമാണ് അന്ന് പോലീസ് വന്നത്. ആ സമയത്ത് അവൻ്റെ കയ്യിൽ തോക്കുണ്ടായിരുന്നു. ഒരുപാട് കൊലപാതകങ്ങളും നടന്നിട്ടുണ്ട്. ഇവൻ തന്നെയാണ് ചെയ്തത് എന്ന് കരുതി പോലീസുകാർ അവനെ അറസ്റ്റ് ചെയ്തതായിരുന്നു. തിരികെ വന്ന ഇതിനെ കുറിച്ചൊക്കെ ചോദിക്കുന്നത് കാരണം ദീപ വന്നിരിക്കാൻ സാധ്യതയുണ്ടെന്ന് അവന് തോന്നുകയാണ്. അവനും വേഗത്തിൽ ദീപ നിൽക്കുന്നതിനടുത്തേക്ക് വരുന്നു. ദീപയും കുറച്ച് ഭയപ്പെടുന്നുണ്ട്. ഭയപ്പെടണ്ട മാഡം, നിങ്ങൾ നിൽക്കുന്നത് അവൻ അറിയില്ല എന്ന് കൂടെയുള്ളവർ പറയുന്നു. ഗ്ലാസിനടുത്തേക്ക് വന്ന അവൻ തൻ്റെ മുഖം കണ്ട് വല്ലാതെ വിഷമിക്കുന്നു. എൻ്റെ മുഖം എന്താ ഇങ്ങനെ മാറിയത് എന്നൊക്കെ പറഞ്ഞ് അവൻ സങ്കടപ്പെടുകയാണ്. ദീപ പുറത്തുനിന്ന് നോക്കുന്നുണ്ടെന്ന് ആ പയ്യന് തോന്നുന്നുണ്ട്. അതുകൊണ്ട് ആ പയ്യൻ, എൻ്റെ മുഖം ദീപ ഇങ്ങനെ കാണാൻ പാടില്ല, എന്നെ പഴയതുപോലെ ആക്കി മാറ്റണം, ഈ മുടിയൊക്കെ വെട്ടണം എന്ന് ആവശ്യപ്പെടുന്നു. ഒരു പ്രശ്നവുമില്ല, ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞ അവിടെയുള്ള ഓഫീസർമാരും അത് സമ്മതിക്കുന്നു. ദീപയും അവനെ വളരെ ഇമോഷണലായി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവനെ ഞാനാണല്ലോ കുടുക്കിയത് എന്നൊരു വിഷമം ദീപയ്ക്കുണ്ട്. കൃത്യമായിട്ട് എന്താണ് സംഭവിച്ചതെന്ന് ഇപ്പോൾ നമുക്കറിയില്ല. ഇപ്പോൾ അവന് മുടിയൊക്കെ വെട്ടി വൃത്തിയാക്കി കൊടുക്കുന്നു. ചെറുപ്പത്തിൽ അവൻ ഇട്ടിരുന്ന പോലത്തെ ഒരു ഡ്രസ്സ് അവന് വാങ്ങിക്കൊടുക്കുന്നു. ഈ പയ്യനോട് അവർ വീണ്ടും സംസാരിക്കാൻ തുടങ്ങുന്നു. 12 വർഷങ്ങൾക്ക് മുമ്പ് എന്താണ് നടന്നത്, എല്ലാ കാര്യങ്ങളും ഞങ്ങളോട് പറ എന്നൊക്കെ ചോദിക്കുകയാണ്. ശരി, ഞാൻ പറയാം എന്ന് പറഞ്ഞ് ആ പയ്യൻ പറയാൻ തുടങ്ങുന്നു. ഇപ്പോഴാണ് തുടക്കം മുതലുള്ള കാര്യങ്ങൾ നമ്മളെ കാണിക്കുന്നത്. നന്നായി മനസ്സിലാക്കണം, അവൻ പറയുന്ന കഥ 12 വർഷങ്ങൾക്ക് മുമ്പ് നടന്നതാണ്. 12 വർഷങ്ങൾക്ക് മുമ്പ് അവനും അവൻ്റെ അച്ഛനും അമ്മയും 3 പേരും കാറിൽ വരികയാണ്. അമ്മയ്ക്ക് പെട്ടെന്ന് വയ്യാതാവുന്നു. അപസ്മാരം വന്നതുപോലെ പെടയുന്നു. അച്ഛൻ വല്ലാതെ ഭയപ്പെടുകയാണ്. ഭാര്യയെ ഉടനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് അദ്ദേഹം വിചാരിക്കുകയാണ്. എന്നാൽ അമ്മയ്ക്ക് ഇങ്ങനെ സംഭവിക്കുന്നത് കണ്ടിട്ടും ഈ പയ്യൻ ഒട്ടും വിഷമിക്കുന്നില്ല. അവൻ സാധാരണ പോലെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ നോക്കുമ്പോൾ കാർ ബ്രേക്ക് ഡൗൺ ആയിരുന്നു. അതുകൊണ്ട് മറ്റു കാറുകളുടെ സഹായം കിട്ടുമോ എന്ന് നോക്കി അദ്ദേഹം വെയിറ്റ് ചെയ്യുന്നു. ഈ നാട്ടിൽ ഈ സമയത്ത് ഒരു കലാപം പോലെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വേറൊരാളുടെ വീടാണ് കാണിക്കുന്നത്. ഇദ്ദേഹം ഒരു മേജറാണ്. ഇതിനുശേഷം ഞാൻ ഇദ്ദേഹത്തെ മേജർ എന്ന് തന്നെ പറയാം. ഈ മേജറും പുറത്ത് കലാപം നടക്കുന്നതൊക്കെ നോക്കി കാണുന്നുണ്ട്. ഇപ്പോൾ അയാൾ ആർക്കോ കോൾ ചെയ്ത് സംസാരിക്കുന്നു. ആ സ്ത്രീയുടെ പേര് ശാന്തി എന്നാണ്. ശാന്തിയോട് എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ, നീ ഇങ്ങോട്ടേക്ക് വന്നാൽ നമ്മുടെ പ്ലാൻ പോലെ എല്ലാം ചെയ്യാം എന്ന് പറയാണ്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവോ എന്ന് ശാന്തി ചോദിക്കുമ്പോൾ, അതൊന്നും പ്രശ്നമാവില്ല, നമുക്ക് നോക്കാം എന്ന് അയാൾ പറയുന്നു. എന്തിനെ കുറിച്ചാണ് ഇയാളും ശാന്തിയും സംസാരിക്കുന്നതെന്ന് അറിയില്ല. ഇപ്പോൾ പുതിയൊരു കഥാപാത്രത്തെ കാണിക്കുന്നു. ഇദ്ദേഹത്തെ ഞാൻ ഡ്രൈവർ എന്ന് പറയാം. ഇയാളുടെ കൂടെ വരുന്നവർ സിനിമാ നടിയാണ്. ഇവരുടെ പേര് ഐഷു എന്നാണ്. ഇവരെ സംബന്ധിച്ച് ഉടനെ ഫ്ലൈറ്റ് പിടിച്ചു പോകണം.
അതിനാണ് ഈ ടാക്സിയിൽ വരുന്നത്. ഇവർ ടാക്സിയിൽ വരുന്ന വഴിയാണ് ബബ്ലുവിന്റെ അച്ഛൻ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. ലിഫ്റ്റ് തരണം എന്നൊക്കെ ചോദിക്കുകയാണ്. ഈ ടാക്സി ഡ്രൈവറും വണ്ടി നിർത്തുന്നുണ്ട്. എന്താണെന്ന് ചോദിക്കുകയാണ്. ഭാര്യയ്ക്ക് വയ്യ, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം എന്ന് ഇദ്ദേഹം പറയുന്നു. ഞാൻ കൊണ്ടുപോകാം, പക്ഷെ എനിക്ക് 5000 രൂപ തരണം എന്ന് ഡ്രൈവർ പറയാണ്. 5000 അല്ല 10000 രൂപ തരാം എന്ന് ഇദ്ദേഹം പറയുന്നു. അതിനാൽ ഡ്രൈവറും കൊണ്ടുപോകാമെന്ന് തീരുമാനിക്കുന്നു. എന്താ നീ പെട്ടെന്ന് സമ്മതിച്ചത്? നീ എന്നെ എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്യണം, നീ എനിക്ക് വേണ്ടി വന്നതല്ലേ എന്ന് ഐഷു ചോദിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി മാത്രം വന്നതല്ല, വഴിയിൽ മറ്റുള്ള കസ്റ്റമേഴ്സിനെയും ഞാൻ കയറ്റും. 10000 കിട്ടുന്നത് എനിക്ക് കളയാൻ പറ്റില്ല, നിങ്ങൾ മിണ്ടാതെ മുന്നേ വന്നിരിക്കെ എന്ന് ഡ്രൈവർ പറയുന്നു. ഐഷുവും വേറെ വഴിയില്ലാത്തതുകൊണ്ട് ശരിയെന്ന് സമ്മതിക്കുന്നു. ഇപ്പോൾ ബബ്ലുവിന്റെ അച്ഛൻ, അമ്മ, ബബ്ലു ഇവർ 3 പേരും കാറിന്റെ പുറകിൽ കയറിയിരിക്കുകയാണ്. എല്ലാവരും കൂടി ഇപ്പോൾ ഹോസ്പിറ്റലിലേക്കാണ് പോകുന്നത്. ഇവർ പോകുന്ന വഴിയിൽ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. അവിടെ ആളുകളൊക്കെ സമരം ചെയ്യുകയാണ്. ഇപ്പോൾ ദേശത്തിലുള്ള ആൾക്കൂട്ടം ഇവരുടെ വണ്ടി ആക്രമിക്കാൻ വരികയാണ്. അയ്യോ, ഇത് വലിയ പ്രശ്നമാവുമല്ലോ, നമുക്ക് പോകണം എന്ന് കരുതി ഡ്രൈവർ വണ്ടി വേറെ വഴിയിലേക്ക് തിരിക്കുന്നു. അയാൾ പോകേണ്ട റൂട്ടിൽ പോകാതെ ആളുകളെ ഭയന്ന് വേറെ വഴിയിലൂടെ പോവാണ്. എന്നെ എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്യുക എന്ന് ഐഷു പറയുമ്പോൾ, മാഡം ഇപ്പോൾ അങ്ങോട്ടേക്ക് പോയ പ്രശ്നമാണ്, നമുക്ക് സേഫായി എവിടെയെങ്കിലും പോവാം എന്ന് ഡ്രൈവർ പറയുന്നു. നേരത്തെ കാണിച്ച ആ മേജറുടെ വീട്ടിലേക്കാണ് ഇവർ വരുന്നത്. ഇയാളോട് സഹായം ചോദിച്ച് കുറച്ചു നേരം ഇവിടെ നിൽക്കാം എന്ന് അവർ വിചാരിക്കുന്നു. ശബ്ദം കേട്ട് മേജർ ഇവരെ കാണാനായി വരികയാണ്. നിങ്ങൾ ആരാണ്? ഇവിടെ ഒന്നും നിൽക്കാൻ പറ്റില്ല, പൊക്കോ എന്നൊക്കെ അയാൾ പറയുന്നുണ്ട്. അവിടെ ഐഷുവിനെ കാണുന്ന അയാൾ ഞെട്ടിപ്പോവാണ്. നിങ്ങൾ നടി ഐഷു അല്ലേ എന്ന് ചോദിക്കുകയാണ്. അതെ എന്ന് ഐഷുവും പറയുന്നു. ഇവരെ കണ്ടതും പുള്ളിക്ക് വലിയ സന്തോഷമാവുന്നുണ്ട്. ശരി ശരി അകത്തേക്ക് വാ എന്ന് അയാൾ പറയുന്നുണ്ട്. ഐഷുവിനെ മാത്രം അകത്തേക്ക് വിളിക്കാനാണ് അയാൾക്ക് താല്പര്യം. എന്നാൽ മറ്റുള്ളവരെ പുറത്തു നിർത്താൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് എല്ലാവരെയും അയാൾ അകത്തേക്ക് വിളിക്കുന്നു. ഇപ്പോൾ അകത്ത് വന്ന ഉടനെ അയാൾ ഐഷുവിനോട് ഭയങ്കരമായി ഫ്ലേർട്ട് ചെയ്യാൻ തുടങ്ങുന്നു. ആ സമയത്ത് ബബ്ലുവിന്റെ അച്ഛൻ വന്ന് എൻ്റെ ഭാര്യയ്ക്ക് വയ്യ, ഡോക്ടറെ വിളിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. ഇവിടെ ഫോണൊന്നും ശരിക്കും വർക്ക് ചെയ്യുന്നില്ല, പുറത്ത് കലാപം നടക്കുന്നതുകൊണ്ട് നെറ്റ്വർക്ക് ഇല്ല എന്ന് മേജർ പറയുന്നു. അവിടെ ആർക്കും ടവർ കിട്ടാത്ത അവസ്ഥയായിരുന്നു. ഇപ്പോൾ ബബ്ലു ഒരു സ്ത്രീയെ സങ്കല്പിക്കുന്നുണ്ട്. എന്തിനാണ് ആ സ്ത്രീയെ സങ്കല്പിക്കുന്നതെന്ന് അറിയില്ല. ആ സ്ത്രീ നോക്കി ചിരിക്കുന്നുണ്ട്. അവനും തിരിച്ചു ചിരിക്കുന്നു. ഇപ്പോൾ ആ സ്ത്രീ ആരാണെന്ന് അറിയില്ല. ബബ്ലുവിന്റെ അച്ഛൻ്റെ പേര് മദൻ എന്നാണ്. മദന്റെ ഭാര്യയുടെ പേര് മീര എന്നാണ്. മീരയ്ക്ക് വയ്യാതിരിക്കുന്നത് കണ്ട് മദൻ വല്ലാതെ വിഷമിക്കുന്നു. എന്തെങ്കിലും ചെയ്തേ തീരൂ എന്ന് അദ്ദേഹം വിചാരിക്കുകയാണ്. ഡ്രൈവറാണല്ലോ കൊണ്ടുവന്നത്, ആ ഡ്രൈവറോട് സഹായം ചോദിക്കുന്നു. ശരി സാർ, ഞാൻ പുറത്തുപോയി എങ്ങനെയെങ്കിലും ഒരു ഡോക്ടറെ കൂട്ടിക്കൊണ്ടുവരാം എന്ന് അയാൾ പറയുന്നു. ശരി എന്ന് പറഞ്ഞ് ഇവർ ഡ്രൈവറെ പുറത്തേക്ക് വിടുന്നു. മേജർ ആണെങ്കിൽ ഐഷുവിനോട് ഫ്ലേർട്ടിങ് തുടരുകയാണ്. നിങ്ങളുടെ സിനിമകളൊക്കെ ഞാൻ കാണാറുണ്ട്, എനിക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ് എന്നൊക്കെ അയാൾ പറയുന്നുണ്ട്. ഐഷുവും തിരിച്ച് ഫ്ലേർട്ട് ചെയ്യുന്ന പോലെ സംസാരിക്കുന്നുണ്ട്. അയാളുടെ പണത്തെക്കുറിച്ചൊക്കെ അറിയാൻ അവർ ചോദിക്കുന്നുണ്ട്. സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ അവിടെ വേറൊരു മേജറുടെ ഫോട്ടോ ഇരിക്കുന്നത് കാണുന്നു. അതാരാണെന്ന് ചോദിക്കുമ്പോൾ അതെന്റെ ചേട്ടനാണ്, ചേട്ടൻ മരിച്ചുപോയി എന്ന് മേജർ പറയുന്നു. മേജർക്ക് നല്ല കാശുണ്ടെന്ന് ഐഷുവിന് മനസ്സിലാവുന്നു. അതിനാൽ ഫ്ലേർട്ട് ചെയ്യുന്നത് പോലെ സംസാരിക്കുകയാണ്. നിങ്ങൾക്ക് സിനിമ പ്രൊഡ്യൂസ് ചെയ്തൂടെ എന്ന് ചോദിക്കുന്നു. എനിക്കതിനെക്കുറിച്ച് വലിയ അറിവൊന്നുമില്ല മാഡം എന്ന് അയാൾ പറയുമ്പോൾ, ഞാൻ കൂടെ നിന്ന് എല്ലാം പഠിപ്പിച്ചു തരാം എന്ന് പറഞ്ഞ ഐഷു അയാളെ വീഴ്ത്താൻ നോക്കുന്നു. കുഴപ്പമില്ല, നമ്മുടെ വഴിക്ക് വരുന്നല്ലോ എന്ന് അയാളും സന്തോഷിക്കുകയാണ്. ഇപ്പോൾ മരുന്ന് വല്ലതും കിട്ടിയാൽ കൊള്ളാമല്ലോ എന്ന് വിചാരിച്ച് അയാൾ മേജറുടെ അടുത്ത് വരുന്നുണ്ട്. സാർ വല്ല മരുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇവൻ നടുവിൽ വന്ന് ശല്യപ്പെടുത്താണല്ലോ എന്ന് മേജർക്ക് ഭയങ്കര ദേഷ്യം വരുന്നു. അവിടെ ഉണ്ടാവും, പോയി എടുത്തോ എന്ന് അയാൾ ദേഷ്യപ്പെടാണ്. അപ്പോഴാണ് ഡ്രൈവർ അവിടേക്ക് വരുന്നത്. ഡ്രൈവർ കൂടെ 3 പേരെ കൂട്ടിക്കൊണ്ടു വന്നിട്ടുണ്ട്. ഇവർ ഡോക്ടർമാരാണോ എന്ന് ചോദിക്കുമ്പോൾ അല്ല, ഡോക്ടർമാരെ ആരെയും കിട്ടിയില്ല, ഇവർ 3 പേരും സഹായം ചോദിച്ചവരാണ്, അതുകൊണ്ട് കൂട്ടി വന്നതാണെന്ന് അയാൾ പറയുന്നു. ഇപ്പോഴാണ് അവിടെ നടന്ന സംഭവം നമ്മളെ കാണിക്കുന്നത്. അതായത് ഡ്രൈവർ ഡോക്ടറെ കൊണ്ടുവരാമെന്ന് പറഞ്ഞു പോയപ്പോൾ ഒരു വളവിലെത്തിയപ്പോൾ എതിരെ വന്ന ദീപയുടെ കാറുമായി കൂട്ടിയിടിക്കാൻ പോയി രണ്ടും വേറെ വേറെ വശങ്ങളിൽ പോയി നിൽക്കുന്നു. ആ പെൺകുട്ടിക്ക് പരിക്കേറ്റുമെന്ന് നോക്കാൻ ഡ്രൈവർ വേഗത്തിൽ കാറിനടുത്തേക്ക് വരുന്നു. ആ പെൺകുട്ടിയുടെ അടുത്ത് ഒരു ബാഗ് ഉണ്ട്. ആ ബാഗ് നിറയെ കാശാണ്. ബാഗ് കുറച്ച് തുറന്നിരിക്കുന്നുണ്ടായിരുന്നു. അവർ വേഗത്തിൽ അത് ക്ലോസ് ചെയ്യാണ്. ഈ വിവരം ഡ്രൈവറും ശ്രദ്ധിക്കുന്നുണ്ട്. അയ്യോ, ഇവൻ കണ്ടുപോയല്ലോ എന്ന് കരുതി അവർ വേഗത്തിൽ ബാഗ് ക്ലോസ് ചെയ്യുന്നു. നോക്കി വണ്ടി ഓടിച്ചൂടെ എന്ന് അവൻ ചോദിക്കുന്നു. നിന്റെ മേലാണ് തെറ്റ് എന്ന് അവരും പറയുന്നുണ്ട്. ഇങ്ങനെ 2 പേരും തമ്മിൽ തർക്കിക്കുന്നു. ഇവർ തർക്കിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടെ ഒരു കപ്പിൾ വരുന്നത്. ബൈക്കിലാണ് 2 പേരും വരുന്നത്. അതിൽ ആ പെൺകുട്ടി മുഖമൊക്കെ മറച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു പോലീസും ജനങ്ങളും സമരം ചെയ്യുന്ന സ്ഥലത്തേക്കാണ് പോകുന്നത്. അങ്ങോട്ടേക്ക് പോരുത്, അവിടെ സമരം നടക്കുകയാണ് എന്ന് ഡ്രൈവർ പറയുന്നു. ഇനി എന്ത് ചെയ്യും, വേറെ എവിടെയെങ്കിലും താമസിക്കണമല്ലോ എന്ന് ആ കപ്പിളും ചോദിക്കുന്നു. ഞാനും കസ്റ്റമേഴ്സിനെയും കൊണ്ടുവന്നതാണ്, ഇപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് താമസിക്കുന്നുണ്ട്, നിങ്ങൾക്കും വേണമെങ്കിൽ അവിടെ വന്ന് നിൽക്കാം എന്ന് ഡ്രൈവർ പറയുന്നു. മാഡം ബാഗ് താ എന്ന് പറഞ്ഞ ഡ്രൈവർ ദീപയോട് ചോദിക്കുന്നുണ്ട്. അല്ലല്ല, എൻ്റെ ബാഗ് ഞാൻ പിടിച്ചോളാം, ഞങ്ങളെ കൊണ്ടുപോ എന്ന് അവർ പറയുന്നു. ഇവൻ കാറിൽ ഇവരെ 3 പേരെയും കൂട്ടിക്കൊണ്ടുവന്നതാണ്, ഇതാണ് നടന്നത് എന്ന് ഡ്രൈവർ പറയുന്നു. ഇതെന്താ അനാഥാലയാണോ, എല്ലാവർക്കും ഒന്ന് താമസിക്കാൻ എന്ന് മേജർ ദേഷ്യപ്പെടുകയാണ്. എന്നാൽ മേജർക്ക് ദീപയുടെ മേലൊരു കണ്ണുണ്ട്. ദീപയെ കാണാനും നല്ലതാണ്. ഇതുകൂടാതെ ആ കപ്പിളിൽ ഒരു പെൺകുട്ടി ഉണ്ടല്ലോ, നമ്മുടെ വീട്ടിൽ നിൽക്കാൻ അനുവദിക്കാം എന്ന് അയാൾ വിചാരിക്കുകയാണ്. ഇയാൾ പെണ്ണുങ്ങളുടെ കാര്യത്തിൽ കുറച്ച് വീക്കാണെന്ന് നമ്മളെ കാണിക്കുന്നു. ശരി ശരി അകത്തേക്ക് വാ എന്ന് പറഞ്ഞ് അയാൾ അവരെ വിളിക്കുന്നു. ഇപ്പോൾ പുതുതായി 3 പേര് കൂടി വീടിനകത്തേക്ക് വരുന്നു. ആ കപ്പിളിന് ഒരു റൂം കാണിച്ചു കൊടുക്കുന്നു. ഇപ്പോൾ ഈ സ്ഥലത്ത് ദീപയോട് ഫ്ലേർട്ട് ചെയ്യുന്നത് പോലെ അയാൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ആ കപ്പിളിലെ പെൺകുട്ടി മുസ്ലിം ആണെന്ന് കാണിച്ചല്ലോ, അവർ മുസ്ലിം ഒന്നും അല്ല, അവർ അങ്ങനെ ഒരു വേഷം ഇട്ടിരിക്കുന്നതാണ്.
ദീപയുടെ കയ്യിൽ കാശൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ അത് സൂക്ഷിക്കണമെന്ന് അവർ വിചാരിക്കുകയാണ്. അപ്പോഴാണ് നടിയായ ഐഷു അവിടെ ഒരു പാട്ട് പാടുന്നത്. പാട്ട് പാടുന്ന ശബ്ദം കേട്ട് ആ കപ്പിളിലെ പെൺകുട്ടിയും ശ്രദ്ധിക്കുന്നുണ്ട്. അവർ പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോൾ മേജർ അടുത്ത് വന്ന് നിൽക്കുന്നു. അവർ പാടുന്നത് നിർത്തുകയാണ്. എന്തിനാണ് നിർത്തിയത്? നിങ്ങൾ പാടുന്നത് കേൾക്കാൻ നല്ല രസമുണ്ടായിരുന്നു, പാട് എന്ന് മേജർ പറയുന്നു. ഐഷുവും ചിരിച്ചുകൊണ്ട് പാട്ട് പാടുകയാണ്. അവർ പാടുന്നത് കേട്ട് എല്ലാവരും അവിടെ വരുന്നു. ഈ സ്ഥലത്ത് ഒരു പാർട്ടി നടത്തിയാൽ എന്താ എന്ന് അവർ ആലോചിക്കുകയാണ്. ന്യൂ ഇയർ നൈറ്റ് ആണല്ലോ, അവരെല്ലാവരും ചേർന്ന് പാർട്ടി നടത്തുന്നു. ഈ ബബ്ലു ആണെങ്കിൽ വേറൊരു സ്ത്രീയെ സങ്കല്പിച്ച് ആ സ്ത്രീയോടൊപ്പം ഡാൻസ് കളിക്കുന്ന പോലെ ചിന്തിക്കുന്നു. ഇങ്ങനെ എല്ലാവരും സന്തോഷിച്ചിരിക്കുമ്പോഴാണ് ആരോ കോളിംഗ് ബെൽ അടിക്കുന്നത്. ആരായിരിക്കും എന്ന് കരുതി മേജർ പോയി വാതിൽ തുറക്കുകയാണ്. അയാളുടെ കൂടെ എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു പോലീസും കൂടെ ഒരു പ്രതി നിൽക്കുന്നുണ്ട്. പോലീസ് എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ ഇവനെ റിമാൻഡ് ചെയ്യാൻ കൊണ്ടുപോകുമായിരുന്നു, എന്നാൽ കലാപം കാരണം എനിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല, ഇന്ന് രാത്രി മാത്രം ഇവിടെ ഒന്ന് നിന്നോട്ടെ എന്ന് ചോദിക്കുകയാണ്. ഇവൻ എന്ത് കുറ്റമാണ് ചെയ്തത് എന്ന് മേജർ ചോദിക്കുമ്പോൾ കൊലപാതകി എന്ന് പോലീസ് പറയുന്നു. അത് കേട്ട് മേജർക്ക് പേടിയാവുന്നുണ്ട്. എന്നാൽ പോലീസ് പറയുന്നുണ്ട്, നിങ്ങൾ ഭയപ്പെടണ്ട, ഞാൻ ഇവനെ വിലങ്ങ് വെച്ച് പൂട്ടിയിട്ടോളാം, ഇവനൊന്നും ചെയ്യാൻ കഴിയില്ല, ഒന്ന് അനുവദിക്ക് എന്നൊക്കെ ചോദിക്കുകയാണ്. ശരിയെന്ന് പറഞ്ഞ അവസാനം മേജർ അത് സമ്മതിക്കുന്നു. ഇപ്പോൾ ആ അച്ഛൻ ബബ്ലുവിനോട് ദേഷ്യപ്പെടുകയാണ്. എപ്പോഴും ബബ്ലുവിനെ വഴക്ക് പറയുന്ന പ്രകൃതക്കാരനാണ് അദ്ദേഹം. അങ്ങനെ വഴക്ക് പറഞ്ഞിട്ട് അയാൾ പോവാണ്. അപ്പോൾ ഈ പയ്യൻ വിഷമിക്കുന്നു. കൂടെയുള്ള ദീപയാണ് അവനെ ആശ്വസിപ്പിക്കുന്നത്. കുഴപ്പമില്ല, നിന്റെ പേരെന്താ എന്നൊക്കെ പറഞ്ഞ് അവനോട് സംസാരിക്കുന്നു. ഇപ്പോൾ പോലീസ് ആ പ്രതിയെ വിലങ്ങ് വെച്ച് ഒരു സ്ഥലത്ത് പൂട്ടുന്നു. ഇപ്പോൾ ഓക്കെ ആണല്ലോ എന്ന് മേജറോട് ചോദിക്കുന്നു. അങ്ങനെ സംസാരിക്കുന്നതിനിടയിൽ അയാൾ തൻ്റെ കയ്യിലുള്ള താക്കോൽ ആ പ്രതിക്ക് കൊടുക്കുന്നു. എന്തിനാണ് അങ്ങനെ കൊടുക്കുന്നതെന്ന് അറിയില്ല. അതായത് വീട്ടുടമ കാണാതെ പ്രതിക്ക് താക്കോൽ കൊടുക്കുകയാണ്. പ്രതി ആ താക്കോൽ വെച്ച് അത് തുറക്കുന്നു. ഇപ്പോൾ ദീപ ബാഗ് തുറന്ന് നോക്കുകയാണ്. അതിൽ നിറയെ കാശുണ്ട്. അതുപോലെ ഒരു ഫോണും ഉണ്ട്. അമ്മയുടെ ഓപ്പറേഷൻ നടക്കേണ്ടതുണ്ട്, അതിന് കാശ് വേണം. അതിനുവേണ്ടി അവർ സ്നേഹിച്ചിരുന്ന ആളുടെ കയ്യിൽ നിന്നാണ് ഈ കാശ് മോഷ്ടിച്ചത്. അയാൾ വലിയ പണക്കാരനാണ്. അയാൾക്ക് ഡ്രിങ്ക്സിൽ മയക്കുമരുന്ന് കലർത്തി കൊടുത്ത് അയാൾ മയങ്ങിയ ശേഷം വീട്ടിലെ കാശൊക്കെ എടുത്തതാണ് അവർ. എങ്ങനെയെങ്കിലും അമ്മയെ രക്ഷിക്കാൻ പോകണം എന്ന് അവർ വിചാരിക്കുന്നു. ആ കപ്പിളിനെ കാണിച്ചല്ലോ, അവർ വീട്ടിൽ നിന്ന് ഒളിച്ചോടി വന്നതാണ്. പെൺകുട്ടിയുടെ പേര് കാവ്യ, പയ്യന്റെ പേര് വരുൺ. കാവ്യ അമ്മയുടെ കുറച്ച് സ്വർണം കൊണ്ടുവന്നിട്ടുണ്ട്. അവൾ സങ്കടത്തോടെ അത് നോക്കി നിൽക്കുകയാണ്. അപ്പോൾ വരുൺ വന്നിട്ട് ഇത് എത്ര പവനുണ്ട് എന്ന് ചോദിക്കുകയാണ്. ഇപ്പൊ അതാണോ നിനക്ക് വലുത്? ഞാൻ എൻ്റെ അമ്മയെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട്. വീട് വിട്ട് വന്നത് നമ്മൾ ചെയ്ത വലിയ തെറ്റാണോ എന്ന് എനിക്ക് തോന്നുകയാണ് എന്ന് അവൾ പറയുന്നു. അതൊന്നും നമ്മൾ ചെയ്ത തെറ്റല്ല, നമ്മൾ ശരിയായ തീരുമാനമാണ് എടുത്തത്. വീട്ടിൽ സമ്മതിക്കില്ലല്ലോ, അതുകൊണ്ടാണ് ഈ തീരുമാനം എടുത്തത് എന്നൊക്കെ അവൻ പറയുന്നു. ഐഷുവും ടവർ കിട്ടുമോ എന്ന് നോക്കി നടക്കാണ്. ഒരു പ്രത്യേക സ്ഥലത്ത് അവർക്ക് ടവർ കിട്ടുന്നുണ്ട്. ഇവരിങ്ങനെ ടവർ അന്വേഷിച്ചു പോകുന്നത് ബബ്ലു ശ്രദ്ധിക്കുന്നുണ്ട്. ബബ്ലുവിന് അരികിൽ ആ സ്ത്രീ നിൽപ്പുണ്ട്. അതായത് ബബ്ലുവിന് മാത്രം കാണാൻ കഴിയുന്ന ആ സ്ത്രീ. ഇപ്പൊ ശാന്തി വന്ന് നടിയെ കണ്ടുകൊണ്ട് വാതിൽ മുട്ടുന്നു. മേജർ വാതിൽ തുറക്കാണ്. വേറൊരു സ്ത്രീ കൂടി ഉണ്ടല്ലോ, എന്താ കാര്യം എന്ന് അവർ ചോദിക്കുന്നുണ്ട്. അവള് മാത്രമല്ല, വേറെയും ഒരുപാട് പേര് വീട്ടിൽ വന്നിട്ടുണ്ട്. രാവിലെ എല്ലാവരും പോവും, അതിനുശേഷം നമുക്ക് ബാക്കി നോക്കാം എന്ന് ഇയാൾ പറയുന്നു. ഇപ്പോൾ ഇവർ രണ്ടുപേരും രഹസ്യമായി എന്തോ സംസാരിക്കുന്നുണ്ട്. എന്താണ് സംസാരിക്കുന്നതെന്ന് നമ്മളെ കാണിക്കുന്നില്ല. എന്നാൽ ഇവർ സംസാരിക്കുന്നതെല്ലാം ജനലിലൂടെ പുറത്തു നിന്ന് ആരോ ശ്രദ്ധിക്കുന്നുണ്ട്. അവരെന്താണ് സംസാരിച്ചതെന്നോ അവരെ ആരാണ് ശ്രദ്ധിച്ചതെന്നോ നമ്മളെ കാണിക്കുന്നില്ല. ഇപ്പോൾ ഐഷു അവർക്കറിയാവുന്ന ആർക്കോ കോൾ ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരു പ്രൊഡ്യൂസറെ കിട്ടി എന്നൊക്കെ അവർ സംസാരിക്കുന്നു. ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നടക്കുമ്പോൾ ഭിത്തിയുടെ അപ്പുറത്ത് നിന്ന് ആരോ പുക വലിക്കുന്നത് അവർ കാണുന്നു. കാരണം പുക വന്നുകൊണ്ടേയിരിക്കുകയാണ്. അവരാരാ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പുക വരുന്നത് നിൽക്കുകയാണ്. അവരവിടെ പോയി നോക്കുമ്പോൾ ആരുമില്ല. ശരി, തിരിച്ചു പോകാമെന്ന് കരുതി തിരയുമ്പോൾ എതിരെ ആരോ വരുന്നുണ്ട്. അവരെ ആക്രമിക്കുന്നു. ഇപ്പോൾ ഡ്രൈവർ ഐഷു മാഡം എന്ന് പറഞ്ഞ് അവരെ അന്വേഷിച്ച് പുറത്തേക്ക് വരുന്നു. അപ്പോൾ ചെറിയ പയ്യൻ ബബ്ലു അവിടെ ഒരു സ്ഥലത്ത് ഇരിക്കുന്നുണ്ട്. മാഡത്തെ കണ്ടോ എന്ന് ബബ്ലുവിനോട് അയാൾ ചോദിക്കുന്നുണ്ട്. അവനും ഒരു ഭാഗത്തേക്ക് നോക്കുന്നു. അവിടെ ഒരു ഊഞ്ഞാലുണ്ട്. ആ ഊഞ്ഞാലിൽ അവർ കൊല്ലപ്പെട്ട നിലയിൽ കിടപ്പുണ്ട്. ഒരു കവർ വെച്ച് കഴുത്ത് ഞെരിച്ച് കൊന്നാൽ എങ്ങനെ ഇരിക്കുമോ അതുപോലെ ആരോ അവരെ കൊന്നിട്ടിരിക്കുന്നു. ഇത് കാണുന്ന ഡ്രൈവർ ഭയപ്പെടുകയാണ്. എല്ലാവരോടും ഈ വിവരം പറയുന്നു. ഇപ്പോൾ എല്ലാവരും അവിടെ വന്ന് വല്ലാതെ ഭയപ്പെടുന്നു. ആരായിരിക്കും ഇത് ചെയ്തത് എന്നൊക്കെ ആലോചിക്കുന്നു. ഇതെല്ലാം ആ പയ്യൻ പറയുന്നതാണല്ലോ പോലീസുകാർ കേൾക്കുന്നത്. നീയാണോ ഇത് ചെയ്തത് എന്നിവർ ചോദിക്കുന്നുണ്ട്. കാരണം അന്ന് രാത്രി ഒരുപാട് കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട്. എല്ലാ കൊലപാതകങ്ങളും ഈ പയ്യനാണ് ചെയ്തതെന്ന് പറഞ്ഞിട്ടാണല്ലോ അവൻ അറസ്റ്റ് ചെയ്തത്. അതുകൊണ്ടാണ് അങ്ങനെ ചോദിക്കുന്നത്. എന്നാൽ ആ പയ്യൻ ഞാനല്ല ചെയ്തത് എന്ന് പറയാണ്. ഇപ്പോൾ വീട്ടിലുള്ളവരെല്ലാവരും പരിഭ്രാന്തരാകുന്നു. ആ പ്രതി അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയ കാര്യം അവർക്ക് മനസ്സിലാവുന്നു. അപ്പോൾ രക്ഷപ്പെട്ട പ്രതി തന്നെയായിരിക്കും ഇത് ചെയ്തത് എന്നെല്ലാവരും കരുതുന്നു. നീ എല്ലാം ശ്രദ്ധിച്ചോളാം എന്ന് പറഞ്ഞതല്ലേ, പിന്നെ എങ്ങനെയാണ് അവൻ തുറന്നു പോയത് എന്ന് മേജർ പോലീസിനോട് ഭയങ്കരമായി ദേഷ്യപ്പെടുന്നു. എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല, അവനെ പിടിക്കുക, ഇനി വേറെ ജീവൻ പോകരുത് എന്നൊക്കെ അയാൾ ദേഷ്യപ്പെടുന്നു. രണ്ടുപേർക്കിടയിൽ ചെറിയൊരു വഴക്ക് അവിടെ നടക്കുന്നുണ്ട്. ഇപ്പോൾ വരുൺ ചോദിക്കുന്നുണ്ട്, വീട്ടിൽ നിന്ന് സ്വർണ്ണമൊക്കെ എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞിട്ട് നീ എടുത്തുകൊണ്ട് വന്നോ എന്ന്. ഇല്ല, ഞാൻ കുറച്ച് മാത്രമേ എടുത്തുള്ളൂ എന്ന് അവൾ പറയുമ്പോൾ അവൻ ദേഷ്യപ്പെടുകയാണ്. അപ്പോൾ സ്വർണത്തിന് വേണ്ടിയിട്ടാണോ നീ എന്നെ സ്നേഹിച്ചത് എന്നൊക്കെ അവൾ ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ ദേഷ്യപ്പെട്ട് അവൾ ബാൽക്കണിയിലേക്ക് വരുന്നു. അവൻ സ്വർണത്തിന് വേണ്ടിയിട്ടാണ് സ്നേഹിക്കുന്നതെന്ന് അവൾക്ക് മനസ്സിലാവുന്നു. ഞാൻ എൻ്റെ വീട്ടിലേക്ക് തന്നെ പോകാൻ പോവാണ് എന്ന് അവൾ പറയുന്നു. നിന്റെ വയറ്റിൽ എൻ്റെ കുഞ്ഞുണ്ട്, നിനക്ക് അങ്ങനെ പോകാൻ പറ്റില്ല എന്ന് അവൻ പറയുന്നു. കുഞ്ഞുണ്ടെന്ന് ഞാൻ നുണ പറഞ്ഞതാണ്, നീ എന്നെ പറ്റിച്ചാലോ എന്ന് കരുതി പറഞ്ഞതാണ്.
എന്നാൽ ഇപ്പോൾ നീ സ്നേഹിച്ചത് തന്നെ പറ്റിക്കാനാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ നിന്നെ വിട്ടുപോകാൻ പോവാണ് എന്ന് അവൾ പറയുന്നു. ഇതിൽ ദേഷ്യം വന്ന വരുൺ തന്റെ കാമുകിയായ കാവ്യയെ ഒരടി അടിക്കുന്നു. അവൾ താഴെ വീഴുന്നു. അങ്ങനെ താഴെ വീണവൾ ബബ്ലു ഇതെല്ലാം നോക്കി നിൽക്കുന്നത് കാണുന്നുണ്ട്. ബബ്ലു ഒരു വഴക്കിടുന്നത് പേടിയോടെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. ബാക്കി എല്ലാവരും വീടിനകത്താണ്. ആ പ്രതി എപ്പോഴാണ് പിടിക്കുന്നത് എന്ന് മേജർ ദേഷ്യപ്പെടുകയാണ്. കുറച്ചു സമയം ഞാൻ ആലോചിക്കട്ടെ എന്ന് പോലീസും പറയുന്നുണ്ട്. അപ്പോഴാണ് കാവ്യ കരഞ്ഞുകൊണ്ട് ഓടി വരുന്നത്. എന്റെ കാമുകൻ മരിച്ചുപോയി, ആരോ തള്ളിയിട്ടതാണെന്ന് തോന്നുന്നു എന്നൊക്കെ അവൾ പറയുന്നുണ്ട്. അവർ ബാൽക്കണിയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനുശേഷം എന്താണ് സംഭവിച്ചതെന്ന് നമ്മളെ കാണിക്കുന്നില്ല. ഇപ്പോൾ ആ പയ്യൻ മുകളിൽ നിന്ന് താഴെ വീണ് മരിച്ചിരിക്കുകയാണ്. മുകളിൽ നിന്ന് അവനെ ആരായിരിക്കും തള്ളിയിട്ടത്? ഒരുപക്ഷെ ആ പ്രതി തന്നെയായിരിക്കോ തള്ളിയിട്ടത് എന്നവർ സംസാരിക്കുന്നു. ഇതെല്ലാം ബബ്ലു മുകളിൽ നിന്ന് ശ്രദ്ധിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഈ പയ്യൻ തന്നെയായിരിക്കോ ചെയ്തത് എന്ന് നമ്മളെ ചിന്തിപ്പിക്കുകയാണ്. നീയാണോ അവനെ തള്ളിയിട്ടത് എന്ന് ഈ പയ്യനോട് അവർ പ്രസന്റിൽ ചോദിക്കുന്നുണ്ട്. അവനില്ല എന്ന് പറയാണ്. അപ്പോൾ തള്ളിയിട്ടത് ആരാണെന്ന് നിനക്ക് അറിയാമോ എന്ന് ചോദിക്കുകയാണ്. അവനറിയാം, പക്ഷെ ഇപ്പോൾ അവൻ അത് പറയുന്നില്ല. അവൻ എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ, എനിക്ക് വിശക്കുന്നു, എനിക്കിഷ്ടമുള്ള ആ ഭക്ഷണം നിങ്ങൾ വാങ്ങിത്താ എന്ന് അവൻ പറയുന്നു. ശരി എന്ന് പറഞ്ഞ അവൻ ചോദിച്ച ഭക്ഷണം അവരവിടെ വാങ്ങിക്കൊടുക്കുന്നു. അവൻ കഴിച്ചുകൊണ്ട് ബാക്കി കാര്യങ്ങൾ പറയാണ്. കാമുകൻ മരിച്ചു പോയതുകൊണ്ട് കാവ്യ ഭയങ്കരമായി പേടിക്കുന്നുണ്ട്. കുഴപ്പമില്ല എന്ന് പറഞ്ഞ് എല്ലാവരും അവളെ ആശ്വസിപ്പിക്കുന്നു. എങ്ങനെയെങ്കിലും ആ പ്രതിയെ നമ്മൾ പിടിക്കണം, അവനാണ് ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് എല്ലാവരും വിചാരിക്കുന്നു. ഇപ്പോൾ ഓരോരുത്തരും പിരിഞ്ഞുപോയി ആ പ്രതിയെ അന്വേഷിക്കുകയാണ്. അവസാനം ആ പ്രതി ഇവരുടെ അടുത്തേക്ക് കീഴടങ്ങാൻ വരുന്നു. നീയാണോ ഇതെല്ലാം ചെയ്തത് എന്നിവർ ചോദിക്കുന്നുണ്ട്. സത്യമായിട്ടും ഇതിലൊന്നും എനിക്കൊരു പങ്കുമില്ല എന്ന് അവൻ പറയുന്നു. ഇപ്പോൾ ആ പ്രതിയെ അവരൊരു സ്ഥലത്ത് പൂട്ടിയിടുന്നു. ഇവൻ തന്നെയാണ് ഇതെല്ലാം ചെയ്തത് എന്ന് എല്ലാവരും പറയുന്നു. സത്യമായിട്ടും ഞാനല്ല ചെയ്തത്, അത് മാത്രമല്ല ഇയാൾ മേജറൊന്നും അല്ല, യഥാർത്ഥ മേജറെ ഇയാൾ കൊന്നിരിക്കുകയാണ്, ഇയാൾ മേജറല്ല എന്ന് പ്രതി പറയുന്നു. ഇപ്പോൾ എല്ലാവർക്കും മേജറുടെ മേൽ സംശയമാവുന്നു. ഇപ്പോൾ പോലീസും തോക്ക് കാണിച്ച് ഭീഷണിപ്പെടുത്തുകയാണ്. സത്യം പറ എന്ന് മേജറിനോട് ചോദിക്കുന്നു. ശരിക്കും മേജറും ശാന്തിയും സംസാരിച്ച കാര്യം ഈ പ്രതി തന്നെയാണ് വിളിച്ചു കേട്ടത്. അവർ സംസാരിച്ച കാര്യം അവൻ പറയുന്നു. അതെന്താണെന്ന് വെച്ചാൽ മേജറുടെ കീഴിൽ ജോലി ചെയ്യുന്ന ആളാണ് ഇയാൾ. മേജറെ അയാൾ കൊന്നിരിക്കുകയാണ്. ശാന്തിയോടൊപ്പം സ്വർണ്ണമൊക്കെ എടുത്ത് ഒളിച്ചോടാൻ വേണ്ടിയിട്ടാണ് ശാന്തി ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയത്. അതിനെക്കുറിച്ച് അവർ സംസാരിച്ചതാണ് ഈ പ്രതി കേട്ടത്. ഞാൻ പറയുന്നത് വിശ്വാസമല്ലെങ്കിൽ ഇവിടെ പോയി നോക്ക്, അവിടെ മേജറുടെ ബോഡി ഉണ്ടാവും എന്ന് പ്രതി പറയുന്നു. ശരി, ഇവൻ പറയുന്ന പോലെ നമുക്കൊന്ന് നോക്കാം എന്നെല്ലാവരും തീരുമാനിക്കുന്നു. അവരെല്ലാവരും ചേർന്ന് ബേസ്മെന്റിലുള്ള ഒരു സ്ഥലത്തേക്ക് വരുന്നു. അവിടെ പോയി എല്ലാവരും നോക്കുമ്പോൾ അവിടെ ഒരാളുടെ ഡെഡ് ബോഡി ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, എന്റെ ചേട്ടൻ മരിച്ചുപോയി എന്ന് ഈ മേജർ പറഞ്ഞല്ലോ. ഇയാൾ യഥാർത്ഥ മേജർ അല്ലെങ്കിലും ഞാൻ മേജർ തന്നെയാണ് കേട്ടോ പറയാൻ പോകുന്നത്. യഥാർത്ഥ മേജർ ആ മരിച്ചു കിടക്കുന്ന ആളാണ്. യഥാർത്ഥ മേജറുടെ കീഴിൽ ജോലി ചെയ്യുന്ന ആളാണ് ഇയാൾ. ആ മേജറെ കൊന്നിട്ട് അയാളുടെ സ്ഥാനത്ത് ഇയാൾ ജീവിക്കുകയാണ്. ശാന്തിയെ വിളിച്ചു വരുത്തി ഇവിടുത്തെ സ്വത്തുക്കളൊക്കെ എടുത്ത് ഓടാൻ പ്ലാൻ ഇട്ടതാണ്. അതിനിടയിലാണ് ഇവരെല്ലാവരും അവിടേക്ക് വന്നത്. ഞാൻ വേണമെന്ന് വെച്ച് കൊന്നതല്ല, എപ്പോഴും എന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ പിടിച്ചു തള്ളി, അയാൾ മരിച്ചുപോയി എന്നൊക്കെ മേജർ പറയുന്നു. അപ്പൊ പെട്ടെന്ന് ശാന്തി കരയുന്നു. പ്രതിയെ ആരോ കൊന്നു കളഞ്ഞു എന്ന് കരഞ്ഞുകൊണ്ട് പറയുന്നു. ഇവരെല്ലാവരും പ്രതിയെ കാണാനായി വരുന്നുണ്ട്. പ്രതിയുടെ കഴുത്ത് ആരോ ഞെരിച്ചു കൊന്നിരിക്കുകയാണ്. നമ്മൾ പോയ ആ ഗ്യാപ്പിനുള്ളിൽ ആരായിരിക്കും അവനെ കൊന്നത് എന്ന് കരുതി എല്ലാവരും ഭയങ്കരമായ കൺഫ്യൂഷനിലാവുന്നു. ഇപ്പൊ പോലീസും മേജറും തമ്മിൽ വലിയ വഴക്കാവുന്നുണ്ട്. പോലീസും തോക്ക് ചൂണ്ടി മേജറെ ഭീഷണിപ്പെടുത്തുന്നു. കൂടുതൽ ഷോ കാണിക്കണ്ട എന്ന് മേജറും ദേഷ്യത്തിൽ സംസാരിക്കുന്നു. രണ്ടുപേരും തമ്മിൽ വലിയ തർക്കമാവുന്നുണ്ട്. തോക്ക് വെച്ച് പരസ്പരം ഷൂട്ട് ചെയ്യാൻ നോക്കുന്നുണ്ട്. അപ്പോൾ തോക്ക് എല്ലാവരുടെയും നേർക്ക് തിരിയുന്നു. എല്ലാവരും അവിടെ ഭയങ്കരമായി പേടിക്കുന്നുണ്ട്. പെട്ടെന്ന് തോക്ക് 2 തവണ ഫയർ ആവുന്നു. ഫയറായ ബുള്ളറ്റുകൾ രണ്ടുപേരുടെ ശരീരത്തിൽ കൊള്ളുന്നുണ്ട്. ഒന്ന് ആ കപ്പിൾസിൽ ഒരാളായ കാവ്യയ്ക്കും മറ്റൊന്ന് ബബ്ലുവിന്റെ അച്ഛനായ മദനും. അങ്ങനെ 2 ബുള്ളറ്റുകൾ കൊണ്ട് അവർ രണ്ടുപേരും സ്പോട്ടിൽ തന്നെ മരിക്കുന്നു. മണ്ടന്മാരെ വഴക്കിടുന്നത് നിർത്ത് എന്ന് ദീപയാണ് അവിടെ പറയുന്നത്. അതിനുശേഷമാണ് അവർ നിർത്തുന്നത്. ഇപ്പോൾ ബബ്ലു അച്ഛനെ കണ്ട് കരയാണ്. കരയരുത് എന്ന് പറഞ്ഞ് അവരും അവനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. ഇതെല്ലാം കേട്ടുകൊണ്ടിരുന്ന പോലീസ് ഓഫീസറും ഡോക്ടറും ചോദിക്കുന്നുണ്ട്, ഇതൊക്കെ നിനക്ക് 12 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പറയായിരുന്നില്ലേ എന്ന്. എനിക്കന്ന് പറയാൻ തോന്നിയില്ല എന്ന് അവനും പറയുന്നുണ്ട്. ഇതെല്ലാം പുറത്തു നിന്ന് ദീപ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോഴാണ് ബാക്കി നടന്ന കാര്യങ്ങൾ അവൻ പറയുന്നത്. മേജറാണ് കുറ്റവാളി എന്ന് മനസ്സിലായല്ലോ, മേജറെ ലോക്ക് ചെയ്ത് വെക്കാം എന്ന് അവർ വിചാരിക്കുന്നു. ഡ്രൈവർ തോക്ക് ചൂണ്ടി അയാളെ നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ ബബ്ലു പറയുന്നുണ്ട്, എനിക്ക് അത്യാവശ്യമായിട്ട് ബാത്റൂമിൽ പോകണമെന്ന്. ഞാനിവനെ ബാത്റൂമിൽ കൊണ്ടുപോയിട്ട് വരാമെന്ന് ദീപ പറയുന്നുണ്ട്. അങ്ങനെ ദീപ ഇവനെ അച്ഛനും അമ്മയും നിന്നിരുന്ന റൂമിലേക്ക് കൊണ്ടുപോകുന്നു. ആ റൂമിൽ മീര വായിൽ നിന്ന് നൊരയും പതയും വന്ന് മരിച്ചു കിടക്കാണ്. അത് കണ്ട് ഈ പയ്യൻ കരയുന്നു. കരയരുത് എന്ന് പറഞ്ഞ അവരും അവനെ ആശ്വസിപ്പിക്കുന്നു. അവർ സാധാരണ പോലെ മരിച്ചതാണോ അതോ ആരെങ്കിലും കൊന്നതാണോ എന്ന് ദീപയ്ക്ക് മനസ്സിലാവുന്നില്ല. ദീപ പുറത്തു വന്ന് പോലീസിനോടും ഡ്രൈവറോടും ഈ കാര്യം പറയുന്നു. ഡ്രൈവറും വല്ലാതെ പേടിക്കുന്നുണ്ട്. ഇനി ആരെങ്കിലും നമ്മളെ കൊല്ലോ, നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും കൊലയാളി ഉണ്ടോ എന്നൊക്കെ അയാൾ വിചാരിക്കുകയാണ്. ഇയാൾ പോലീസിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് മേജറുടെ കയ്യിൽ ഒരു തോക്ക് വരുന്നു. അയാൾ ഒളിപ്പിച്ചു വെച്ചതായിരിക്കും അത്. ആ തോക്ക് വെച്ച് ശാന്തി അയാൾ ഭീഷണിപ്പെടുത്തുന്നു. ആരെങ്കിലും അടുത്തേക്ക് വന്നാൽ ഇവളെ ഞാൻ കൊല്ലും എന്ന് പറഞ്ഞ് ശാന്തിയെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് അയാൾ പുറത്തേക്ക് പോകുന്നു. ഇവരും നിക്ക് എന്ന് പറഞ്ഞ് പുറകെ പോകുന്നുണ്ട്. ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ദീപയ്ക്ക് വലിയ പേടിയാവുന്നുണ്ട്. നമ്മൾ ജീവനോടെ പോയാൽ മാത്രമേ അമ്മയെ രക്ഷിക്കാൻ കഴിയൂ എന്ന് അവർ വിചാരിക്കുന്നു. മോനെ, നീ എൻ്റെ കൂടെ വാ എന്നൊക്കെ അവർ പറയുന്നു. അവർ ബാഗിലെ കാശൊക്കെ അവിടെ ഉണ്ടോ എന്ന് നോക്കിയിട്ട് എടുത്തുകൊണ്ട് പോവാൻ നോക്കുന്നു.
ഇപ്പോൾ ഫോളോ ചെയ്തു പോയ പോലീസ് എവിടെ പോയി എന്നറിയില്ല. ഡ്രൈവർ മാത്രമാണ് അയാളെ ഫോളോ ചെയ്ത് പോകുന്നത്. മര്യാദയ്ക്ക് തോക്ക് താഴെയിട്, ഇല്ലെങ്കിൽ ഞാൻ ഷൂട്ട് ചെയ്യും എന്ന് മേജർ ഭീഷണിപ്പെടുത്തുന്നു. ശരി ശരി, വെറുതെ ഇനിയൊരു ജീവൻ കൂടി പോകണ്ട, ഞാൻ തോക്ക് താഴെ വയ്ക്കാം എന്ന് പറഞ്ഞ ഡ്രൈവർ തോക്ക് താഴെ വയ്ക്കുന്നു. അപ്പോഴാണ് ആരോ മേജറെ ഷൂട്ട് ചെയ്യുന്നത്. ഒപ്പം ശാന്തിയും മരിക്കുന്നു. ഷൂട്ട് ചെയ്തത് ആരാണെന്ന് നോക്കുമ്പോൾ പോലീസ് വേറൊരു വശത്ത് നിന്ന് ഷൂട്ട് ചെയ്തതാണ്. ഇപ്പോൾ കഥ കേട്ടുകൊണ്ടിരിക്കുന്ന പോലീസുകാർ ചോദിക്കുന്നുണ്ട്, അവൻ മേജറെയല്ലേ ഷൂട്ട് ചെയ്തത്, പിന്നെ എങ്ങനെ ശാന്തി മരിച്ചു എന്ന് ഈ പയ്യനോട് ചോദിക്കുന്നു. ഞാൻ നടന്നത് വ്യക്തമായിട്ട് പറയാം എന്നവൻ പറയുന്നു. യഥാർത്ഥത്തിൽ മേജർക്ക് പെട്ടെന്ന് തോക്ക് കിട്ടിയല്ലോ. ആ തോക്ക് കൊടുത്തത് ശാന്തി തന്നെയാണ്. രണ്ടുപേരും കൂടി രക്ഷപ്പെടാനുള്ള പ്ലാൻ ആയിരുന്നു അത്. ഇതെല്ലാം ആ ചെറിയ പയ്യൻ കണ്ടിരുന്നു. അങ്ങനെ ഇവർ പ്ലാൻ ചെയ്ത് പുറത്തു വരുമ്പോൾ പോലീസ് മേജറെ ഷൂട്ട് ചെയ്തു. മേജറെ ഷൂട്ട് ചെയ്തപ്പോൾ ആ വെപ്രാളത്തിൽ മേജർ അറിയാതെ ശാന്തിയെയും ഷൂട്ട് ചെയ്തു. അങ്ങനെ അറിയാതെയാണ് ശാന്തി മരിച്ചത്. പോലീസാണല്ലോ ഷൂട്ട് ചെയ്തത്. എന്നാൽ ഡ്രൈവർ ദേഷ്യപ്പെടുന്നു. നീ എന്തിനാണ് തിരക്ക് പിടിച്ച് ഷൂട്ട് ചെയ്തത്, സംസാരിച്ച് തീർക്കായിരുന്നില്ലേ എന്ന് പറഞ്ഞ പോലീസിനെ അയാൾ സംശയിക്കുന്നു. നീ ശരിക്കും പോലീസാണോ അതോ വേറെ എന്തെങ്കിലും കൊലപാതകയാണോ എന്ന് അയാൾ ചോദിക്കുന്നു. ഇപ്പോൾ പരസ്പരം രണ്ടുപേരും തോക്ക് ചൂണ്ടുന്നു. ഈ സമയം ദീപ അവർക്ക് വേണ്ട ബാഗൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ അവിചാരിതമായി ഒരു ന്യൂസ് പേപ്പർ കണ്ട് ഇവർ ഞെട്ടുന്നു. ആ ന്യൂസ് പേപ്പറിൽ ഞെട്ടിക്കുന്ന ഒരു കാര്യമുണ്ട്. നീ ഞങ്ങളെ പറ്റിക്കുകയായിരുന്നോ എന്ന് അവർ വിചാരിക്കുന്നു. അവർ വേഗത്തിൽ പുറത്തു വന്ന ഡ്രൈവറോട് സത്യം പറയുന്നു. അതെന്താണെന്ന് വെച്ചാൽ ഈ പോലീസ് യഥാർത്ഥത്തിൽ പോലീസേ അല്ല, ഇവനും ആ പ്രതിയും കൊലപാതകികളാണ്, ജയിലിൽ നിന്ന് ചാടിയവരാണ് ഇവർ എന്ന് പറയുന്നു. വിശ്വാസമില്ലെങ്കിൽ ന്യൂസ് പേപ്പർ നോക്ക് എന്ന് പറഞ്ഞ അവരെ ഡ്രൈവറെ ന്യൂസ് പേപ്പർ കാണിക്കുന്നു. അല്ലല്ല, ഇവള് വെറുതെ പറയാണ്, അത് സത്യമല്ല എന്ന് പോലീസ് അത് മറച്ചു വയ്ക്കാൻ നോക്കുന്നു. എന്നാൽ അയാൾ പോലീസല്ല, കുറ്റവാളിയാണെന്ന് ആ ന്യൂസ് പേപ്പർ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. ദീപയാണല്ലോ ഒറ്റ കൊടുത്തത്. ആ ദേഷ്യത്തിൽ പോലീസ് ദീപയ്ക്ക് നേരെ തോക്ക് ചൂണ്ടുന്നു. എന്നാൽ അതിനു മുമ്പേ ഉഷാറായ ഡ്രൈവർ ആ പോലീസിനെ കൊന്നുകളയുന്നു. മൊത്തത്തിൽ ഇപ്പൊ പോലീസും മരിച്ചു. ബാക്കിയുള്ളത് 3 പേര് മാത്രം. ഡ്രൈവർ, ദീപ, പിന്നെ ആ ചെറിയ പയ്യൻ ബബ്ലു. ഇവർ 3 പേര് മാത്രമാണുള്ളത്. ദീപയുടെ കയ്യിൽ ഒരുപാട് കാശുണ്ടെന്ന് ഡ്രൈവർ നേരത്തെ തന്നെ ശ്രദ്ധിച്ചിരുന്നു. ഇപ്പോൾ ഡ്രൈവർ ചോദിക്കുന്നുണ്ട്, നിന്റെ കയ്യിൽ കാശുണ്ടല്ലോ, ആ കാശ് എനിക്കിതാ എന്ന്. ഇല്ലില്ല, ഇതെന്റെ അമ്മയുടെ ഓപ്പറേഷന് വേണ്ടി വെച്ച കാശാണ്, എനിക്ക് പോണം, എന്നെ വിട് എന്ന് അവർ പറയുന്നു. ഇത് നിന്റെ കാശല്ലാന്ന് എനിക്കറിയാം, നീ തന്നെ ആരുടെയോ കാശ് മോഷ്ടിച്ചു കൊണ്ടുവന്നാണെന്ന് എനിക്കറിയാം, അതെനിക്കിതാ എന്ന് അയാൾ പറയുന്നു. അയാൾ തോക്ക് കാണിച്ച് ഭീഷണിപ്പെടുത്താണ്. ഇവരും അയാളുമായി തർക്കിക്കുന്നുണ്ട്. ഈ ബബ്ലു ഇതെല്ലാം നോക്കി നിൽക്കുകയാണ്. എന്ത് ചെയ്യണമെന്ന് അവന് മനസ്സിലാവുന്നില്ല. അവൻ പേടിച്ച് നോക്കി നിൽക്കുന്നുണ്ട്. അതിനുശേഷം എന്താണ് സംഭവിച്ചതെന്ന് ഓഫീസേഴ്സ് ചോദിക്കുന്നുണ്ട്. എന്റെ ദീപയ്ക്ക് വേണ്ടി ഞാൻ അയാളെ കൊന്നു കളഞ്ഞു എന്നവൻ പറയുന്നു. എന്റെ ദീപ എന്നവൻ പ്രണയത്തോടെ സംസാരിക്കുന്ന കേട്ട് എല്ലാവരും ആശ്ചര്യപ്പെടുന്നു. സത്യത്തിൽ ഈ പയ്യൻ ചെറിയവനാണെങ്കിലും ദീപ സ്നേഹം കാണിച്ചുകൊണ്ട് അവൻ അവരെ പ്രണയിക്കാൻ തുടങ്ങിയിരുന്നു. നിങ്ങൾ തമ്മിൽ അത്രയും പ്രായവ്യത്യാസമില്ലേ എന്നവർ ചോദിക്കുന്നുണ്ട്. അതെ, പ്രായവ്യത്യാസമുണ്ട്, എന്നിട്ടും ഞാൻ ദീപയെ ഭയങ്കരമായി സ്നേഹിച്ചു. ദീപ എന്നെ പറ്റിച്ചത് എനിക്ക് അംഗീകരിക്കാനേ കഴിഞ്ഞില്ല എന്നൊക്കെ അവൻ പറയുന്നു. അവർ രണ്ടുപേരും തമ്മിൽ വഴക്കിട്ടപ്പോൾ തോക്ക് താഴെ വീണു. ഡ്രൈവർ ദീപയുടെ കഴുത്ത് ഞെരിക്കുന്നു. അപ്പോൾ ബബ്ലു പെട്ടെന്ന് തോക്കെടുക്കുന്നു. വേണ്ട വേണ്ട എന്ന് ഡ്രൈവർ പറയുന്നുണ്ട്. എന്നാൽ ദീപയെ രക്ഷിക്കാൻ വേണ്ടി അവൻ ഡ്രൈവറെ ഷൂട്ട് ചെയ്തു. അതെ, ഞാൻ അന്ന് കൊലപാതകം ചെയ്തു, ഈ കൊലപാതകം മാത്രമാണ് ഞാൻ ചെയ്തത് എന്ന് അവൻ പറയുന്നു. എന്നാൽ അവിടേക്ക് ദീപ വരുന്നു. നുണ പറയരുത് എന്ന് അവർ പറയുന്നുണ്ട്. അവരുടെ നെറ്റിയിൽ കുങ്കുമവും കഴുത്തിൽ താലിയും കണ്ട് ആ പയ്യൻ ഭയങ്കരമായിട്ട് ഞെട്ടുന്നു. നിന്റെ കല്യാണം കഴിഞ്ഞോ എന്നൊക്കെ അവൻ ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ അവർ ഓഫീസർമാരോട് സംസാരിക്കാൻ തുടങ്ങുന്നു. അന്ന് നടന്നത് ഞാൻ പറയാമെന്ന് പറഞ്ഞ് അവർ പറയുന്നു. അവർ രണ്ടുപേരും വഴക്കിട്ടത് സത്യമാണ്. തോക്ക് താഴെ വീണു. ബബ്ലു തോക്കെടുത്തു. എന്നാൽ ബബ്ലുവിന് എങ്ങനെയാണ് ഷൂട്ട് ചെയ്യേണ്ടതെന്ന് അറിയില്ലായിരുന്നു. ബബ്ലുവിന്റെ കയ്യിൽ നിന്ന് ഞാൻ തോക്ക് വാങ്ങി. ഞാനാണ് ആ ഡ്രൈവറെ ഷൂട്ട് ചെയ്ത് കൊന്നത്. ഞാനാണിത് ചെയ്തത്. ചുരുക്കത്തിൽ ബബ്ലു ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നൊക്കെ അവർ പറയുന്നു. പ്രതീക്ഷിക്കാതെ ആ വീട്ടിൽ അടുത്തടുത്ത് ഒരുപാട് മരണങ്ങൾ നടന്നല്ലോ. ബബ്ലു, നീ ഇവിടെ തന്നെ ഇരിക്കെ എന്ന് പറഞ്ഞ് തോക്ക് അവനെ തന്നെ ഏൽപ്പിക്കുന്നു. ഞാൻ പെട്ടെന്ന് പോലീസിനെ വിളിച്ചുകൊണ്ട് വരാം എന്ന് പറഞ്ഞിട്ടാണ് ദീപ പോയത്. ഇവനും അവരെ വളരെ വിശ്വാസമായതുകൊണ്ട് അവിടെ തന്നെ കാത്തിരുന്നു. പോയ അവർ തിരികെ വന്നതേയില്ല. യഥാർത്ഥത്തിൽ അമ്മയെ രക്ഷിക്കണം എന്നുള്ളതുകൊണ്ടാണല്ലോ അവർ പോയത്. അവനോട് ചെയ്ത തെറ്റ് കാരണം എനിക്ക് എൻ്റെ അമ്മയെ നഷ്ടപ്പെട്ടു. അത്രയും കാശുണ്ടായിട്ടും അമ്മയെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. എനിക്കൊരു നല്ല ജീവിതം കിട്ടുമെന്ന് വിചാരിച്ചു. ആ ജീവിതവും എനിക്ക് കിട്ടിയില്ല എന്നൊക്കെ അവർ വിഷമത്തോടെ പറയുന്നു. കാരണം അവരുടെ ഭർത്താവ് അവളെ നിരന്തരം ഉപദ്രവിക്കുമായിരുന്നു. അവർ ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിച്ചിരുന്നു എന്ന് മനസ്സിലാവുന്നു. യഥാർത്ഥത്തിൽ ഈ ബബ്ലുവിന്റെ സങ്കല്പത്തിൽ ഒരു സ്ത്രീ വരുമല്ലോ, ആ സ്ത്രീയാണ് അവന്റെ യഥാർത്ഥ അമ്മ. അപ്പോൾ മീര ആരാണെന്ന് ചോദിച്ചാൽ മീര അവന്റെ 2ാം അമ്മയാണ്. ആദ്യത്തെ ഭാര്യ ഉള്ളപ്പോൾ തന്നെ അച്ഛൻ 2ാമതൊരാളെ കല്യാണം കഴിച്ച് വീട്ടിൽ കൊണ്ടുവന്നു. ആ 2ാം അമ്മ അമ്മയും ഇവനെയും ഭയങ്കരമായി ഉപദ്രവിക്കുമായിരുന്നു. ഇപ്പോൾ അന്വേഷിക്കുന്ന പോലീസുകാർ ചോദിക്കുന്നുണ്ട്, ഐശ്വര്യനെ കൊന്നത് ആരാണെന്ന് അറിയാമോ എന്ന്. ആ പയ്യനെ അറിയാമെന്ന് അവൻ പറയുന്നു. യഥാർത്ഥത്തിൽ ഐശു ആരോ പുകവലിക്കുന്നത് കണ്ടല്ലോ. അവിടെ ആരായിരിക്കും പുകവലിച്ചത്? ആ പ്രതിയും പോലീസും ചേർന്നിട്ടാണ് പുകവലിച്ചത്. രണ്ടുപേരും കുറ്റവാളികളാണല്ലോ. അവർ സംസാരിച്ചുകൊണ്ട് പുകവലിക്കുകയായിരുന്നു. അവർ സംസാരിക്കുന്നത് കേട്ടാണ് ഐശു അവിടേക്ക് വന്നത്. അയ്യോ, അവള് വരുന്നുണ്ടല്ലോ എന്ന് കരുതി ഇവർ ഒളിച്ചു നിന്നു. ഐശു അവിടെ നോക്കുമ്പോൾ ആരെയും കാണുന്നില്ല. ഐശു തിരികെ പോരാൻ തുടങ്ങുമ്പോൾ ഇവർ രണ്ടുപേരും ചേർന്ന് അവളെ പിടിച്ചു. അവൾ ഇതെല്ലാം കേട്ടതുകൊണ്ട് അവളെ കൊല്ലണം എന്ന് കരുതി അവളെ അവർ കൊന്നു. അതായത് അവൻ പ്രതിയാണെന്ന് അവൾക്ക് മനസ്സിലാവുമല്ലോ, അതുകൊണ്ടാണ് അവർ കൊന്നത്. ഇതെല്ലാം ബബ്ലു കണ്ടിരുന്നു.
അതുപോലെ വരുൺ എങ്ങനെയാണ് മരിച്ചതെന്ന് ബബ്ലു പറയുന്നുണ്ട്. അപ്പോഴാണ് സത്യത്തിൽ നടന്നത് കാണിക്കുന്നത്. വരുൺ കാവ്യ അടിച്ചപ്പോൾ അവൾ താഴെ വീണല്ലോ. അതിൽ കാവ്യയ്ക്ക് വലിയ ദേഷ്യം വന്നു. അവളാണ് വരുണിനെ താഴേക്ക് തള്ളിയിട്ടത്. അങ്ങനെയാണ് അവൻ മരിച്ചത്. ഇതെല്ലാം ബബ്ലു കണ്ടിരുന്നു. എന്നെ ഒറ്റിക്കൊടുക്കരുത് എന്ന് കാവ്യ അവനോട് അപേക്ഷിച്ചിരുന്നു. ശരിയെന്ന് ഇവനും സമ്മതിച്ചു. ഇതാണ് നടന്നത് എന്ന് അവൻ പറയുന്നു. ഇപ്പോൾ അടുത്തതായി പ്രതി മരിച്ചത് എങ്ങനെയാണെന്ന് അവൻ പറയുന്നു. എല്ലാവരും കൂടെ പ്രതി പറഞ്ഞത് അന്വേഷിക്കാൻ പോയല്ലോ. അപ്പോൾ ശാന്തിയും കൂടെ പോവാൻ നോക്കി. അപ്പോൾ പ്രതി അവളെ നോക്കി വിസിലടിക്കുന്നു. എന്താ ബേബി, നീ പെട്ടുപോയോ? നീ അവനെ വിശ്വസിക്കണ്ട, എൻ്റെ കൂടെ പോര്, ഞാൻ നിന്നെ നന്നായിട്ട് നോക്കിക്കോളാം എന്ന് ഡബിൾ മീനിങ്ങിൽ മോശമായി സംസാരിക്കുന്നു. ഇവൻ കാരണമാണല്ലോ അവരുടെ പ്ലാൻ പൊളിഞ്ഞത്. ശാന്തിക്ക് ഭയങ്കര ദേഷ്യം വരുന്നു. മേജറെ ഒറ്റ കൊടുത്തല്ലേടാ, ചാകടാ എന്ന് പറഞ്ഞ് ശാന്തിയാണ് അവനെ കൊന്നത്. എന്നിട്ട് അവനെ ആരോ കൊന്നു എന്ന് പറഞ്ഞ് എല്ലാവരും വിശ്വസിപ്പിച്ചു. ഇതും ബബ്ലു കണ്ടിരുന്നു. ഈ മൊത്തം കൊലപാതകങ്ങളിൽ ഞാൻ ഒരു കൊലപാതകം മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്ന് ആ പയ്യൻ പറയുന്നു. അപ്പോഴാണ് അവൻ ഏത് കൊലപാതകമാണ് ചെയ്തതെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് രണ്ടാനമ്മ അമ്മയെയും ഇവനെയും ഉപദ്രവിച്ചിരുന്നല്ലോ. അവരമ്മയെ കൊന്നു കളഞ്ഞു. അമ്മയ്ക്ക് എന്ത് പറ്റി എന്നവൻ നോക്കുമ്പോൾ അവിടെ ഒരു വിഷക്കുപ്പി അവൻ കാണുന്നു. രണ്ടാനമ്മയാണ് കൊന്നതെന്ന് അവന് മനസ്സിലാവുന്നു. രണ്ടാനമ്മയ്ക്ക് ഇതേ വിഷം തന്നെ കൊടുക്കണമെന്ന് കരുതി അവൻ അവർക്ക് വിഷം കൊടുത്തു. അതുകൊണ്ടാണ് അന്ന് അവർക്ക് വയ്യാതായത്. അങ്ങനെ അവളും മരിച്ചു. യഥാർത്ഥത്തിൽ രണ്ടാനമ്മ മരിച്ചതുകൊണ്ട് അവൻ കരഞ്ഞത് പോലെ കാണിച്ചല്ലോ. എന്നാൽ മറുഭാഗത്ത് അവൻ ചിരിക്കുകയായിരുന്നു എന്നതാണ് സത്യം. എന്തായാലും ഞാനും ഒരു കൊലപാതകം ചെയ്തിട്ടുണ്ട്. അതിനുള്ള ശിക്ഷയാണ് ഞാൻ അനുഭവിക്കുന്നതെന്ന് ഞാൻ കരുതാണ്. എന്നെ തിരികെ സെല്ലിലേക്ക് തന്നെ കൊണ്ടുപോകും എന്നവൻ പറയാണ്. അടുത്ത് നിൽക്കുന്ന ദീപ പറയുന്നുണ്ട്, അല്ലല്ല, ഞാനാണ് ശിക്ഷ അനുഭവിക്കേണ്ടത് എന്ന്. ഇല്ലല്ല, നീ ഇത്രയും നാൾ പുറത്തായിരുന്നല്ലോ, ഇനി നീ ജയിലിലേക്കൊന്നും വരണ്ട, നീ സമാധാനമായി ജീവിക്ക്, അത് മതി എന്നൊക്കെ അവൻ പറയുന്നു. ദീപയ്ക്ക് ഇത് അംഗീകരിക്കാനേ കഴിയുന്നില്ല. എന്നെ കൊണ്ടുപോ എന്ന് ആ പയ്യനും പറയുന്നുണ്ട്. കാരണം ദീപ അന്ന് അവനെ പറ്റിച്ചല്ലോ. ആ സങ്കടത്തിൽ നിന്ന് അവന് പുറത്തു വരാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് അവൻ അങ്ങനെ പറയുന്നത്. കൊണ്ടുപോ എന്ന് അവൻ പോലീസുകാരോട് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. പോലീസുകാരും ശരി വാ എന്ന് പറഞ്ഞ് അവനെ കൊണ്ടുപോകുന്നു. ആ പയ്യനെ അന്ന് നമ്മൾ ആ അവസ്ഥയിൽ ഇട്ടിട്ട് പോകാൻ പാടില്ലായിരുന്നു. നമ്മൾ അമ്മയെ രക്ഷിക്കാൻ വേണ്ടി ആ പയ്യനെ ഇട്ടിട്ട് പോയത് വലിയ തെറ്റായിപ്പോയി എന്ന് അവരും വിചാരിക്കുകയാണ്. വലിയ തെറ്റുകളൊന്നും ചെയ്യാതെ തന്നെ 12 വർഷത്തോളം അവൻ ജയിലിൽ കടന്നു എന്ന് നമ്മളെ കാണിച്ചു തരുന്നു. അവൻ എപ്പോൾ റിലീസാവുമെന്ന് അറിയില്ല. ഇതോടെ ഈ സിനിമയുടെ കഥയും അവസാനിക്കുന്നു. സോ സിനിമ എങ്ങനെയുണ്ടായിരുന്നു? സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് കൊടുത്ത് തരാൻ മറക്കല്ലേ. സോ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.